വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. മക്കളെ, സാഞ്ചസ് മിസ് ആണ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 9th കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. അതായത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മുടെ എക്സാംസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സെൻറ്റൻസും വായിക്കുന്ന സമയത്ത് അതിലെ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതായത് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ആ സെൻറ്റൻസിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് നിങ്ങളൊന്ന് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാമിന് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ ഓൾറെഡി ഉത്തരം പഠിച്ചു വെച്ചാണ്. അതിന് പുറമെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതും പഠിച്ചു വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? ഒന്നാമത്തെ ചോദ്യം, with the help of the table given below, draw the electron dot diagram of the formation of magnesium oxide. പട്ടിക ഉപയോഗപ്പെടുത്തി മെഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ചിത്രീകരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ മെഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും ആറ്റോമിക് നമ്പറും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസവും ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ ആദ്യമായിട്ട് തന്നിരിക്കുന്ന എലമെന്റിന്റെ മൂലകത്തിന്റെ സിമ്പൽ എഴുതാം. എന്നിട്ട് ഈ മൂലകത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമ്മുടെ മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ ആണ്, ഓക്സിജന് 6 ഇലക്ട്രോൺ ആണ്. അപ്പോൾ മെഗ്നീഷ്യം എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺ നമ്മുടെ ഓക്സിജന് കൊടുക്കും, ഓക്സിജനുമായിട്ട് പങ്കുവയ്ക്കും. അങ്ങനെയാണ് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെയും ഓക്സൈഡിൻ്റെയും അയോണും രൂപപ്പെടും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നന്നായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് ഈ റിയാക്ഷന് ശേഷം, അതായത് ഇവർ തമ്മിൽ ഇലക്ട്രോൺ പങ്കുവച്ചതിന് ശേഷം എങ്ങനെയാണ് മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെയും അയോണുകൾ ഉണ്ടാകുന്നത് എന്നും കൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇലക്ട്രോൺ എന്താണ് ഇവിടെ ചെയ്യുന്നത്? മെഗ്നീഷ്യം 2 ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ മെഗ്നീഷ്യത്തിന് 2+ ചാർജ് കിട്ടും. അതേപോലെ ഓക്സിജൻ 2 ഇലക്ട്രോൺ മെഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2-, 2 ഇലക്ട്രോൺ ആയതുകൊണ്ടാണ് 2-. 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1-, 1 ഇലക്ട്രോൺ കൊടുത്തതാണെങ്കിൽ 1+. അങ്ങനെ എങ്ങനെയാണ് അയോൺ വരുന്നതും ഈ ഒരു ചാർജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പഠിച്ചു വെക്കണം. അതേപോലെ നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, അയോൺ ആയി കഴിഞ്ഞാൽ ഇവരുടെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ എഴുതാൻ സാധിക്കണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Lanthanoids and actinoids belong to the 6th and 7th period respectively of the periodic table. These elements are together known as ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും പീരിയോഡിക് ടേബിളിൽ യഥാക്രമം 6-7 പീരീഡുകളിൽ ഉൾപ്പെടുന്നവയാണ്. ഇവ പൊതുവായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്നാണോ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണോ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണോ, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നാണോ, സംക്രമണ മൂലകങ്ങൾ, അന്തഃസംക്രമണ മൂലകങ്ങൾ? ഏതായിരിക്കും ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും പൊതുവായിട്ട് അറിയപ്പെടുന്നത്? ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. എന്താണ് ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്? അന്തഃസംക്രമണ മൂലകങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദം ഇസ് നോൺ ആസ് റെയർ എർത്ത്? അതായത് ഇവയിൽ റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ് റെയർ എർത്ത് എന്നറിയപ്പെടുന്നത്? ഏതായിരിക്കും? യെസ്, ലാന്തനോയിഡ്സ് ആണ് റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നത്. ലാന്തനോയിഡുകളാണ്. ഓക്കെ, ലാന്തനോയിഡുകളാണ് റെയർ എർത്ത് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, അടുത്ത ചോദ്യമാണ്, മാസ് നമ്പർ ഓഫ് ആൻ ആറ്റം ഇസ് 31. There are 15 positively charged particles in its nucleus. ഒരു ആറ്റത്തിന്റെ മാസ് നമ്പർ 31 ആണ്. അതിൽ ന്യൂക്ലിയസിൽ 15 പോസിറ്റീവ് ചാർജ് ഉണ്ട്. എന്താണ് ഈ 15 പോസിറ്റീവ് ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 15 പ്രോട്ടോൺ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് ആറ്റം. തന്നിരിക്കുന്ന ഈ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതേപോലെ ഹൗ മെനി ന്യൂട്രോൺസ് ആർ ദർ ഇൻ ദിസ് ആറ്റം? ഈ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ട്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ മാസ് നമ്പർ 31 എന്ന് തന്നിട്ടുണ്ട്. അതായത് മാസ് നമ്പർ 31. 15 പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്നാണ്? 15 എന്നാണ്. അപ്പോൾ എത്രയാണോ പ്രോട്ടോണുകളുടെ എണ്ണം അതാണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ ആണ്. Z is equal to 15. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ
ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും? 15 എന്ന് പറയുന്ന സമയത്ത് 2, 8, 5 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നമുക്ക് ന്യൂട്രോൺസിന്റെ എണ്ണം കാണണം. നമുക്കറിയാം മാസ് നമ്പർ ഇസ് ഈക്വൽ ടു പ്രോട്ടോണിന്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിന്റെ എണ്ണമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താലോ. മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ മാസ് നമ്പർ എത്രയായിരുന്നു? 31 ആയിരുന്നു. 31ൽ നിന്ന് 15 മൈനസ് ചെയ്താൽ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ ന്യൂട്രോണുകളുടെ എണ്ണം നമുക്ക് എത്ര കിട്ടി? 16 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ ആണല്ലോ. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Mg plus 2HCl gives MgCl plus H2. ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനോട് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 24 gram of Mg completely reacts with 73 gram HCl to form 95 gram MgCl and x gram of H2. അതായത് ഈ തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ആദ്യം ഒന്ന് എഴുതി നോക്കുക. 24 gram ഓഫ് മെഗ്നീഷ്യം. അപ്പോൾ മെഗ്നീഷ്യം എത്രയാണ്? 24 ആണ്. 73 gram ഓഫ് HCl. HCl എത്രയാണ്? 73 ആണ്. ഓക്കെ, ഇവർ റിയാക്ട് ചെയ്തിട്ട് എത്ര മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്? 95 gram മെഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ x gram ഓഫ് H2. അപ്പോൾ H2ൻ്റെ എത്രയാണ് അളവെന്ന് നമുക്ക് തന്നിട്ടില്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. എക്സിൻ്റെ വില എത്ര? ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം നമുക്കറിയാലോ, രണ്ട് റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത്, ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന സമയത്ത് റിയാക്റ്റൻറ്റിൻ്റെ മാസും പ്രോഡക്റ്റിൻ്റെ മാസും തുല്യമായിരിക്കും. അതായത് ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് അഭികാരകങ്ങളുടെ മാസും ഉൽപ്പന്നങ്ങളുടെ മാസും തുല്യമായിരിക്കും. ഇതേത് നിയമമാണ്? മാസ് സംരക്ഷണ നിയമമാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് നമുക്കറിയാം ഇവർ രണ്ടുപേരുടെയും ടോട്ടൽ മാസ് ഈക്വൽ ടു ഇവർ രണ്ടുപേരുടെയും ടോട്ടൽ മാസ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ സൈഡിലെ ടോട്ടൽ മാസ് 97 ആണെന്ന് കിട്ടി. അതായത് 24 + 73. അപ്പോൾ ഈ സൈഡിൽ എത്രയായിരിക്കണം? 97 ആയിരിക്കണം. 97 ആകണമെങ്കിൽ ഈ എക്സ് എത്രയായിരിക്കണടാ? എത്രയായിരിക്കണം? 97 - 95 ചെയ്താൽ പോരെ? അപ്പോൾ 2 gram ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 gram എന്ന് കിട്ടി. To which law it is related? ഏത് ലോ ആണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സ്റ്റേറ്റ് ചെയ്യാൻ എക്സാമിന് ചോദിക്കും. ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിക്കാം. ആന്റോണി ലാവോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബാലൻസ് ദി ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻ. തന്നിരിക്കുന്ന രാസസമവാക്യം സമീകരിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതാം. KClO3 gives KCl + O2. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓക്സിജൻ്റെ എണ്ണത്തിലാണ് ഇവിടെ വ്യത്യാസമുള്ളത്. അപ്പോൾ ഓക്സിജൻ്റെ ഇവിടെ ഒരു പൊട്ടാസ്യമാണ്, ഇവിടെ ഒരു ക്ലോറിനാണ്, ഇവിടെ ഒരു പൊട്ടാസ്യമാണ്, ഇവിടെ ഒരു ക്ലോറിനാണ്, ഇവിടെ 2 ഓക്സിജൻ, പക്ഷേ ഇവിടെ 3 ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്സിജൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരുത്താം. അപ്പോൾ KClO3 gives KCl + ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടെ 3 ആണല്ലോ, അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം? 3 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 6 ഓക്സിജനായി, ഇവിടെ 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരെന്ത് ചെയ്യാണ്? 2KClO3 എന്ന് കൊടുത്തപ്പോൾ അവിടെ എത്ര ഓക്സിജനായി? 6 ഓക്സിജനായി അല്ലേ? ഇവിടെ എത്ര ഓക്സിജനായി? 6 ഓക്സിജൻ. അപ്പോൾ നമ്മുടെ കെയും സിയലും പൊട്ടാസ്യവും ക്ലോറിനും എത്രയാണിപ്പോൾ? ബാലൻസ്ഡ് ആണോ? അല്ല. ഇവിടെ 2 പൊട്ടാസ്യം ഉണ്ട്, 2 ക്ലോറിനുണ്ട്, പക്ഷേ ഇവിടെ ഓരോന്ന് വീതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്യാണ്? 2 എന്നുള്ളൊരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്തെടുക്കാം. ഓക്കെ ആണോ? ഇങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം. സിമ്പിളാടാ. എവിടെയാണോ ഇലക്ട്രോണുകളുടെ എണ്ണം കുറവ്, എവിടെയാണോ ആറ്റങ്ങളുടെ എണ്ണം കുറവ്, അവിടെ എന്ത് ചെയ്യുക? അവിടെ നമ്പേഴ്സ് കൊടുക്കുക. 2 സൈഡിലും തുല്യമാക്കി എടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. സം മെറ്റീരിയൽസ് അവൈലബിൾ ഇൻ ലബോറട്ടറി ആർ ഗിവൺ. Magnesium ribbon, marble powder, marble piece, dilute HCl, concentrated HCl. Which materials will you choose for the preparation of maximum amount of CO2 in minimum time? Justify your answer. അതായത് ലബോറട്ടറിയിൽ ലഭ്യമായ ഏതാനും പദാർത്ഥങ്ങൾ ചുവടെ നൽകിയിട്ടുണ്ട്. മെഗ്നീഷ്യം റിബൺ, മാർബിൾ പൊടിച്ചത്, മാർബിൾ കഷ്ണം, നേർപ്പിച്ച HCl, ഗാഢ HCl. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നതിന് നിങ്ങൾ ഇവയിൽ ഏതെല്ലാം പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കും? ഏതെല്ലാം പദാർത്ഥങ്ങളാണ് നമുക്ക് പെട്ടെന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുക? 1
മാർബിൾ ആണ് നമ്മൾ എടുക്കുക. മാർബിളിന്റെ കഷ്ണങ്ങൾ എടുത്താലാണോ മാർബിളിന്റെ പൊടി എടുത്താലാണോ പെട്ടെന്ന് റിയാക്ഷൻ നടക്കുക? നമുക്കറിയാം മാർബിളിന്റെ പൊടിയാണ് അല്ലേ. മാർബിൾ പൗഡർ എടുത്തു. അതേപോലെ ഡൈല്യൂട്ട് HCl ആണോ കോൺസെൻട്രേറ്റഡ് HCl ആണോ നമ്മൾ എടുക്കേണ്ടത്? ഏതെടുത്താലാണ് കൂടുതൽ റിയാക്ഷൻ നടക്കുക? നേർപ്പിച്ച HCl ആണോ ഗാഢ HCl ആണോ? ഏതായിരിക്കും? കോൺസെൻട്രേറ്റഡ് ആണല്ലേ. കോൺസെൻട്രേറ്റഡ് HCl ആണ്. അതായത് മാർബിൾ പൊടിച്ചതും അതേപോലെ ഗാഢ HClഉം എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് റിയാക്ഷൻ നടക്കും. ഓക്കെ. ആൻഡ് അടുത്ത ചോദ്യമാണ്, ഈ രാസപ്രവർത്തനത്തിന്റെ സമീകൃത രാസസമവാക്യം എഴുതുക. റൈറ്റ് ദി ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. നമുക്കറിയാം യെസ്, മാർബിൾ എന്ന് പറഞ്ഞാൽ CaCO3 ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ. ഇതേപോലെ മാർബിളിന് പകരം നിങ്ങളോട് എക്ഷൽ എന്ന് ചോദിക്കാം, മുട്ടത്തോട് എന്ന് ചോദിക്കാം. അതും എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. അതിൻ്റെ കൂടെ HCl റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവിടെ ഫോം ചെയ്യുക? കാൽസ്യം ക്ലോറൈഡ് ഫോം ചെയ്യും, കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും, അതേപോലെ തന്നെ H2O ഫോം ചെയ്യും. ഇതാണ് കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇവര് ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ എഴുതുക. അടുത്ത ചോദ്യം, റൈറ്റ് അനദർ മെത്തേഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. അതായത് ഈ രാസപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് ചൂടാക്കാൻ സാധിക്കും, ടെമ്പറേച്ചർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ പൊടിച്ചത് യൂസ് ചെയ്യുക, അതായത് സർഫസ് ഏരിയ അനുസരിച്ച്. അതേപോലെ നമ്മുടെ കോൺസെൻട്രേഷൻ്റെ വ്യത്യാസം, HCl ഡൈല്യൂട്ട് എടുക്കണോ കോൺസെൻട്രേറ്റ് എടുക്കണോ, നേർപ്പിച്ചത് എടുക്കണോ ഗാഢത ഉള്ളത് എടുക്കണോ? ഓക്കെ. അത് കൂടാതെ നമുക്ക് ടെമ്പറേച്ചറും ആണ് യൂസ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് റിയാക്ഷന്റെ വേഗത കൂട്ടാൻ സാധിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ O2? നമുക്കറിയാം O2 ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, മൂലകാവസ്ഥയിലാണ്, എലമെന്റൽ സ്റ്റേറ്റിലാണ്. അങ്ങനെയുള്ള ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. അടുത്ത ചോദ്യം, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഇൻ H2SO4 is +1 ആൻഡ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ is -2. അപ്പോൾ നമ്മളെടുത്ത് സൾഫറിന്റെ ഓക്സീകരണ അവസ്ഥ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൾഫറിന്റെ H2SO4 അല്ലേടാ, H2SO4 സൾഫറിന്റെ കാണണം. സൾഫറിനെ നമുക്കറിയില്ല, അയാൾക്ക് X എന്ന് കൊടുക്കുന്നു. ഹൈഡ്രജന് +1 ആണെന്ന് നമുക്കറിയാം, ഓക്സിജന് -2 ആണെന്ന് അറിയാം. ആൻഡ് ഈ ഒരു കോമ്പൗണ്ടിലെ, ഈ ഒരു സംയുക്തത്തിലെ ഓക്സിഡേഷൻ നമ്പറുകൾ ആഡ് ചെയ്താൽ 0 ആയിരിക്കണം. അപ്പോൾ 2 × 1 പ്ലസ് സൾഫറിൻ്റെ X പ്ലസ് -2 × 4 = 0 എന്ന് കിട്ടും. അപ്പോൾ 2 + X - 8 = 0, X - 6 = 0, X +6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കാണാം. സിമ്പിളായിട്ട് ഇവരെ എല്ലാവരെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണം. അപ്പോൾ ടോട്ടൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ എത്ര വരും എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ X എന്ന് കൊടുക്കണം എന്നൊന്നുമില്ല. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ടാബുലേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസ് ഇൻടു കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. തന്നിരിക്കുന്ന രാസസമവാക്യങ്ങളെ നമ്മൾ സംയോജന രാസപ്രവർത്തനം, വിഘടന രാസപ്രവർത്തനം, ദ്വിവിഘടന രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. അപ്പോൾ തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കുക. ആദ്യത്തെ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒരാളെ ഡിസ്പ്ലേസ് ചെയ്തു, ഒരാളെ ആദേശം ചെയ്തു. അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം. ഓക്കെ. ആദേശ രാസപ്രവർത്തനം. അടുത്തത്, 2 പേര് സംയോജിക്കുകയാണ് ചെയ്യുന്നത്, 2 പേര് കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതേത് റിയാക്ഷൻ ആയിരിക്കും? കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് അഥവാ സംയോജന രാസപ്രവർത്തനം. സംയോജന രാസപ്രവർത്തനം. അടുത്ത ചോദ്യം, ഒരു റിയാക്ടൻ, ഒരു അഭികാരകം എന്ത് ചെയ്തിട്ടുണ്ട്? വിഘടിച്ചിട്ട് 2 പ്രോഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്നാണ് പറയാറുള്ളത്. അടുത്ത ശ്രദ്ധിച്ചേ, 2 റിയാക്ടൻ കംപ്ലീറ്റ് ആയിട്ട് അവർ 2 പേരും ഡീകമ്പോസ് ചെയ്തു, 2 പേരും വിഘടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ അയോണുകൾ പരസ്പരം മാറ്റി. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ദ്വിവിഘടന രാസപ്രവർത്തനം അഥവാ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കാറുള്ളത്. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്.
തീർന്നിട്ടില്ല, കൂടുതൽ ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ എവിടെ എത്തണം? നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എത്തുക. ലൈവിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനെയും കൂട്ടി കൃത്യസമയത്ത് ലൈവിലെത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.